ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി അടുത്ത ബന്ധം മുൻ ദേവസ്വം മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഈ കേസിന്റെ അന്വേഷണത്തിന്റെ ഭാഗമായി അദ്ദേഹത്തെ കൂടി ചോദ്യം ചെയ്യണം. വൻ തോക്കുകളെ ഒഴിവാക്കിക്കൊണ്ടാണ് ഇപ്പോഴും ഈ അന്വേഷണം പോകുന്നത്. SITയിൽ അവിശ്വാസമില്ല, അതേസമയം തന്നെ SITക്ക് സ്വതന്ത്രമായി പ്രവർത്തിക്കാൻ കഴിയുന്നില്ല എന്നാണ് ഇന്ന് കോൺഗ്രസ് നേതാക്കൾ പ്രതികരിച്ചിരിക്കുന്നത്. ഇന്ന് കോടതി നടത്തിയിട്ടുള്ള പരാമർശങ്ങളോടുള്ള ഡോക്ടർ PK ഗോപന്റെ പ്രതികരണം താങ്കൾ കണ്ടല്ലോ. കോടതി നിശ്ചയിച്ചു, കോടതിയുടെ മേൽനോട്ടം, കോടതി തീരുമാനിച്ച സംഘം അവർ നടത്തുന്നത് കോടതിയും SITയും തമ്മിലുള്ള ഇടപാടാണ്. അതിനി സർക്കാരിന് പ്രത്യേകിച്ചൊന്നും ചെയ്യാനില്ല എന്നാണ്. ആ വാദത്തെ അംഗീകരിക്കുകയാണെങ്കിൽ പിന്നെ സർക്കാർ സമ്മർദ്ദം ചെലുത്തി എന്ന ആക്ഷേപം നിലനിൽക്കുമോ? നോക്കൂ, ഇത്രയും ദിവസം CPMന്റെ പ്രതിനിധികളുടെ ഒരു നിലപാട് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് നടന്ന അറസ്റ്റുകളുടെ ക്രെഡിറ്റൊക്കെ പിണറായി വിജയന്, അതുമായി ബന്ധപ്പെട്ട് നടന്ന നടപടിക്രമങ്ങളുടെ ക്രെഡിറ്റൊക്കെ പിണറായി വിജയന്. എന്നാൽ അതേ സമയത്ത് അറസ്റ്റ് ചെയ്യപ്പെട്ട ആളുകളിൽ പാർട്ടിക്ക് പൂർണ്ണ വിശ്വാസമുണ്ട്. അവരെല്ലാം പാർട്ടി നേതാക്കളാണെങ്കിലും അവരെ സംരക്ഷിക്കും. ഇപ്പോൾ ഇന്ന് ഹൈക്കോടതി SITയുടെ അന്വേഷണത്തിൽ വേണ്ടത്ര തൃപ്തിയില്ല എന്ന് പറയുകയും വൻ തോക്കുകളിലേക്ക് അന്വേഷണം എത്തുന്നില്ല എന്നും പറയുമ്പോൾ അതിൻ്റെ ഉത്തരവാദിത്വമൊക്കെ ഹൈക്കോടതിക്ക്. ഇതിപ്പോൾ അന്യനെയും അമ്പിയെയും അനുസ്മരിപ്പിക്കുന്ന നിലപാടാണ്. പലതരത്തിലുള്ള മാനറിസങ്ങൾ അല്ല, പലതരത്തിലുള്ള ദ്വന്ദ്വ വ്യക്തിത്വങ്ങൾ കണ്ടിട്ടുണ്ട്. ഇത് ദ്വന്ദ്വ വ്യക്തിത്വമൊന്നുമല്ല, ഒരു 3-4 തരത്തിലുള്ള വ്യക്തിത്വങ്ങളാണ് ചർച്ചകളിൽ ഇവർ പ്രകടിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരു സ്ഥലത്ത് അവർ ഈ അന്വേഷണത്തിന്റെ ക്രെഡിറ്റ് ഏറ്റെടുക്കുന്നു, പ്രതികളെ അറസ്റ്റ് ചെയ്തതിന്റെ ക്രെഡിറ്റ് ഏറ്റെടുക്കുന്നു. മറുവശത്ത് ഏതെങ്കിലും തരത്തിൽ അന്വേഷണത്തിൽ പോരായ്മ ഉണ്ടെങ്കിൽ അതിന്റെ ഉത്തരവാദിത്വം മുഴുവൻ ഹൈക്കോടതിക്കാണെന്ന് പറയുന്നു. എന്നാൽ അതേ സമയത്ത് ഈ അന്വേഷണത്തിന്റെ ഭാഗമായി പ്രതി ചേർക്കപ്പെട്ടിട്ടുള്ള CPM നേതാക്കന്മാരിൽ അവർക്ക് പരിപൂർണമായ വിശ്വാസമുണ്ട്. അവരെല്ലാവരും ഈ അന്വേഷണം കഴിഞ്ഞ് കോടതി അവരെ കുറ്റക്കാരെന്ന് ശിക്ഷ വിധിക്കുന്നതുവരെ അവരൊക്കെ നിരപരാധികളാണ് എന്ന പൂർണ്ണമായ ബോധ്യത്തിൽ പാർട്ടി ഇരിക്കുന്നു. വാസ്തവത്തിൽ ഇവരുടെ നിലപാടെന്താ? അവർക്ക് തന്നെ, ശ്രീ ഗോപന് തന്നെ CPMന്റെ നിലപാട് എന്താണെന്നുള്ള കാര്യത്തിൽ കൃത്യമായിട്ടുള്ള ധാരണയില്ല. അതുകൊണ്ട് ഓരോ ദിവസവും വന്ന് ഓരോ തരത്തിൽ നിലപാടുകൾ പറയുകയാണ്. വാസ്തവത്തിൽ ഈ ചർച്ച തുടങ്ങിയത് മുതൽ അവസാനിക്കുന്ന വരെയുള്ള ഇന്നത്തെ ദിവസം വരെയുള്ള ഇവരുടെ നിലപാടുകൾ പരിശോധിച്ചു കഴിഞ്ഞാൽ ഇത്രത്തോളം ഒരു വിഷയത്തിൽ തന്നെ പല നിലപാടുകൾ പറഞ്ഞ മറ്റൊരു സംഭവം സമീപകാലത്ത് എവിടെയും ഉണ്ടായിട്ടില്ല എന്ന് മനസ്സിലാക്കാൻ സാധിക്കും. തുടക്കത്തിൽ ആദ്യത്തെ ദിവസത്തെ നിലപാട് എന്തായിരുന്നു? ഇവരുടെ തന്നെ കൈരളി TVയും ദേശാഭിമാനിയൊക്കെ എടുത്ത് പരിശോധിച്ചാൽ സ്വർണം നഷ്ടപ്പെട്ടിട്ടേ ഇല്ല, സ്വർണം കൂടുകയാണ് ചെയ്തത്. വാസ്തവത്തിൽ അവിടുന്ന് സ്വർണം കൊണ്ടുപോയപ്പോൾ സ്വർണം കുറയുകയല്ല, മറിച്ച് കൂടുകയാണ് ചെയ്തത് എന്നായിരുന്നല്ലോ വാദം. അത് കഴിഞ്ഞ് സ്വർണം നഷ്ടപ്പെട്ടു എന്നുള്ളതിലേക്ക് വാദം എത്തി. സ്വർണം നഷ്ടപ്പെട്ട സമയത്ത് CPM നേതാക്കന്മാർക്ക് ആർക്കും പങ്കില്ല, ഇതെല്ലാം ചെയ്തത് ദേവസ്വം ഉദ്യോഗസ്ഥർ മാത്രമാണ്. ആദ്യം ഉണ്ണികൃഷ്ണൻ പോറ്റി മാത്രമാണെന്ന നിലപാടായിരുന്നു. അത് കഴിഞ്ഞ് ദേവസ്വം ഉദ്യോഗസ്ഥരും ഉണ്ണികൃഷ്ണൻ പോറ്റിയും ചേർന്ന് നടത്തിയ ഗൂഢാലോചന എന്നായി. അവസാന അന്വേഷണം പത്മകുമാറിലേക്ക് എത്തിയപ്പോൾ, അല്ലെങ്കിൽ മുരാരി ബാബുവിലേക്കും അതിനുശേഷം വാസുവിലേക്കും ഒക്കെ എത്തിയപ്പോൾ ഈ പത്മകുമാറും അതുപോലെ തന്നെ വാസുവും ഒക്കെ നിരപരാധികളാണ്, എന്നാൽ അന്വേഷണം കൃത്യമാണ് എന്ന നിലപാടിലേക്ക് എത്തി. ഈ അറസ്റ്റ് നടന്നത് മുഴുവൻ പിണറായി വിജയന്റെ ക്രെഡിറ്റ് ആണെന്ന് പറഞ്ഞു. എന്നാൽ അതേ സമയത്ത് ഇപ്പൊ പറയുന്നു, ഹൈക്കോടതി ശാസിച്ചപ്പോൾ പറയുന്നു, എന്തെങ്കിലും പോരായ്മകൾ ഉണ്ടെങ്കിൽ അത് മുഴുവൻ ഹൈക്കോടതിയിലാണ്. ഇത് എവിടുത്തെ നിലപാടാണ് ഇത്? ഇത്രത്തോളം നിലപാടുകളിൽ വൈരുദ്ധ്യമുള്ള മറ്റൊരു കാര്യം നിങ്ങൾക്ക് എവിടെയെങ്കിലും ചൂണ്ടിക്കാണിച്ചു തരാൻ സാധിക്കുമോ? ഇത് പൂർണ്ണമായിട്ടും CPM നേതൃത്വം അറിഞ്ഞുകൊണ്ട് നടത്തിയിട്ടുള്ള, മുൻ ദേവസ്വം മന്ത്രി അടക്കമുള്ളവർ അറിഞ്ഞുകൊണ്ട് നടത്തിയിട്ടുള്ള ക്ഷേത്രക്കൊള്ളയാണെന്ന്, സ്വർണ്ണക്കൊള്ളയാണെന്ന് സ്വാഭാവികമായും സംശയിക്കേണ്ടി വരില്ലേ? അതുകൊണ്ടാണ് കടകംപള്ളി സുരേന്ദ്രനെ ചോദ്യം ചെയ്യണം, കടകംപള്ളി സുരേന്ദ്രനെ കുറിച്ച് അന്വേഷിക്കണം, അദ്ദേഹത്തിന്റെ പങ്ക് അന്വേഷിക്കണമെന്ന് UDF കൃത്യമായി പറയുന്നത്. ഇതിൽ കടകംപള്ളി സുരേന്ദ്രൻ ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായിട്ടുള്ള ബന്ധം, ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ഗുഡ് സർട്ടിഫിക്കറ്റ് കൊടുത്ത ആരാണ്? ഇതൊക്കെ നമ്മുടെ മുന്നിലുള്ള കാര്യങ്ങളല്ലേ? ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.